ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഒട്ടുമിക്ക വീടുകളിലും ചാമ്പയ്ക്ക നിറയെ പൂത്തും കായ്ച്ചൊക്കെ നിൽക്കുന്നൊരു സമയമാണല്ലേ. ചുമ ഇങ്ങനെ മരങ്ങളിലൊക്കെ നിൽക്കുന്ന കാണാം. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലുണ്ടാകുന്ന ചാമ്പയ്ക്ക നമ്മൾ എങ്ങനെ മാക്സിമം പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമ്മൾ പലരും അത് പ്രയോജനപ്പെടുത്താറുണ്ട്. ജ്യൂസ് അടിക്കാറുണ്ട്, അതുപോലെ തന്നെ ജാം ഉണ്ടാക്കാറുണ്ട്, സ്ക്വാഷ് ഉണ്ടാക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ ചാമ്പയ്ക്ക വിളയുമ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പിലിട്ട് വെക്കും, പിന്നെ കുറച്ച് അച്ചാറിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാമ്പയ്ക്ക എങ്ങനെയാണ് നിസ്സാരമായിട്ട് അച്ചാറിട്ട് വെക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അച്ചാറുണ്ടാക്കാനുള്ള ചാമ്പയ്ക്ക ഞാൻ നല്ലപോലെ കഴുകി അതിൻ്റെ നടുക്കത്തെ പൂവും കുരുവൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് ഇതുപോലെ 4 പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ചാമ്പയ്ക്കണ്ട, ഞാൻ 4 പീസാക്കി. അപ്പോൾ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെറുതാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഈ അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ആവശ്യമാണ്. അപ്പോൾ ഞാനിതൊരു 4 നമ്മുടെ പച്ചമുളകാണ് കേട്ടോ, 4 പച്ചമുളകും പിന്നെ ഒരു തണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത് ചെറുതായിട്ട്, ഒരുപാട് ചെറുതായിട്ടല്ല, എന്നാലും അത്യാവശ്യം ചെറുതായിട്ട് തന്നെ ഞുറുക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പം പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് പിരിയൻ മുളകും എരിവുള്ള മുളകും കൂടി രണ്ടും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി. ഈ ഉലുവാപ്പൊടി എന്ന് പറയുമ്പോൾ ഉലുവ നല്ലപോലെ വറുത്ത് ഒരുപാടങ്ങ് പൊടിയായിട്ടില്ല, ചെറിയൊരു തരിയുണ്ട്. അത് നമ്മളിങ്ങനെ ഒരു എടുക്കുമ്പോൾ അറിയാം, ഒരു ചെറിയ തരിതരിപ്പുണ്ട്. അത് ഇങ്ങനെ അച്ചാറിനിടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ് അത്. പിന്നെ നമുക്ക് ഉലുവാപ്പൊടി, അച്ചാറുണ്ടാക്കാനുള്ള ഉലുവാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളിതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് പച്ചെണ്ണയിലാണ്, നല്ലെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. ചിലരൊക്കെ വെളിച്ചെണ്ണയിൽ അച്ചാറുണ്ടാക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റിനോട് അത്ര ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പൊതുവേ നല്ലെണ്ണയിലാണ് ഞാനിതുപോലെ അച്ചാറെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കടുകും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ചിലർക്ക് ഗ്രേവി ഇഷ്ടമാണ്, എനിക്ക് ചെറിയൊരു ഗ്രേവി ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഗ്രേവി നമ്മളിതെല്ലാം കൂടി ചെയ്ത് ഈ ജാമ്പയ്ക്കന്ന് കുറേയൊക്കെ വെള്ളം ഇറങ്ങും, പക്ഷേ അങ്ങനെ വെള്ളം ഇറങ്ങിയില്ല, വെള്ളം കുറവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ചീനിച്ചട്ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ള പാത്രത്തിൽ എപ്പോഴും നമ്മൾ ഇത് കണക്കുള്ള അച്ചാറൊക്കെ കുക്ക് ചെയ്യുന്നത്, അതും സ്റ്റീൽ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഈ അലൂമിനിയം പാത്രമൊന്നും ഇങ്ങനെ അച്ചാറുണ്ടാക്കാനായിട്ട് വെച്ചാൽ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അലൂമിനിയം പാത്രത്തിൽ പുളിപ്പൊന്നും പറ്റാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്റ്റീൽ അടി കട്ടിയുള്ള, ഞാൻ ഇതുപോലെ ചീനിച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നമ്മൾ കഴുകിയെടുത്തേക്കുന്ന ജാമ്പയ്ക്ക ഒന്ന് കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റി ഒരു 4 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ കറക്റ്റ് ഒരു പച്ചമണം മാറാനും, പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പം വിനാഗിരി ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ വിനാഗിരി ചേർക്കാതെ ചീത്തയാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ എണ്ണയിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഡയറക്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് നാളൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, വിനാഗിരി ഒന്നും യൂസ് ചെയ്യാതെ തന്നെ. വിനാഗിരി ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ജാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണെങ്കിൽ പട്ടപട്ടാ പൊട്ടുന്നത്, വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ടായി. പിന്നെ ജാമ്പയ്ക്കയിൽ പൊതുവേ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതെപ്പോഴും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം.
ഒരു 5 മിനിറ്റ്, ഒരുപാടങ്ങ് കുക്കാവണ്ട, വെന്ത് പോകണ്ട, അത് പെട്ടെന്ന് വെന്ത് പോവും. അങ്ങനെ വെന്ത് പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റ് കേട്ടോ ജാമ്പയ്ക്ക അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ. ജാമ്പയ്ക്ക അച്ചാർ എന്തുണ്ടാക്കിയാലും രുചി. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ജാമ്പയ്ക്ക ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ വില അറിയത്തില്ല. നമ്മൾ കുറേയൊക്കെ പറിച്ച് കഴിക്കും, പിന്നെ അവിടെ നിന്ന് താഴെയെല്ലാം വീണ് കിളിയൊക്കെ തിന്ന് കുറേ അഴിഞ്ഞൊക്കെ പോവും. സ്ഥിരം അങ്ങനെയാണ് പലയിടവും കാണുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ വീട്ടിലും ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് ജാമ്പയ്ക്ക കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ജാമൊക്കെ നല്ല ടേസ്റ്റാണ്. ജാമ്പയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ജാം, നല്ല പഴുത്ത ജാമ്പയ്ക്ക, കുറേ കൂടെ നല്ല ചുമന്നുമാതിരിയുള്ള ജാമ്പയ്ക്ക, ആ സമയത്ത് പറിച്ചിട്ട് ജാമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് കാണത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇത് മൊത്തം വെള്ളമാണ്. ജാമ്പയ്ക്ക നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, വെള്ളത്തിൻ്റെ മയമാവും കൂടുതലും. ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അത് നമ്മളിത് വഴറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് മതി കേട്ടോ. പിന്നെ നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് നമ്മുടെ ജാമ്പയുടെ അതിനകത്തൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കാനായിട്ട് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ. വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റോളം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്, ചെറുതായിട്ട് കുറച്ച് ഉപ്പിട്ട്. അപ്പോൾ നമുക്കിതിനി കോരി മാറ്റി വെക്കാം. സ്പീനറിലൊന്നും ഇടേണ്ട കാര്യമില്ല. അച്ചാറിനകത്ത് പൊതുവേ നമുക്കറിയാമല്ലോ, എണ്ണ ഇങ്ങനെ മാങ്ങയിലായാലും നാരങ്ങയിലായാലും എല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് കുറച്ചൊക്കെ എണ്ണ ഇരിക്കും. ഇതൊരുപാടങ്ങനെ എണ്ണ കുടിച്ചിട്ടില്ല. നമ്മുടെ എണ്ണയിലേക്ക് കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇച്ചിരി കൂടെ നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കടുകിട്ടാൽ മതി. എന്നാൽ നമുക്ക് എണ്ണ ആവശ്യത്തിനുണ്ട്. നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കടുക്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി, ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇത്തിരി കൂടെ വലിയ പീസായണ്ടേ, അത് നല്ലപോലെ ഇത്തിരി ഒന്ന് വേവണം. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളാണ് കേട്ടോ നമ്മുടെ ജാമ്പയ്ക്ക അച്ചാർ എന്ന് പറയുമ്പോൾ. ആ ജാമ്പയ്ക്കയുടെ റോസും ചുവപ്പും കണക്കത്തെ നിറമുണ്ടല്ലോ, വളരെ ഭംഗിയാനകത്ത് കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു കളർഫുള്ളാണ്. ഒരുപാടങ്ങോട്ട് വേവേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കപ്പോഴത്തേക്ക് പിന്നെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചിലർക്ക് ഇഞ്ചി ഇഷ്ടമല്ല, വെളുത്തുള്ളി ഒരു 2 അല്ലി മാത്രമൊക്കെ ചിലരിടും. പക്ഷേ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, നല്ലൊരു രുചിയാണ്. ഒരുപാടാവരുത്. നമ്മുടെ ജാമ്പയ്ക്കക്കാട്ടിയും കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി ആയി കഴിഞ്ഞാൽ പിന്നെ ജാമ്പയ്ക്ക അച്ചാറെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ, എണ്ണയിൽ കിടന്ന് മൊരിയുന്നതിൻ്റെ നല്ല മണമാണ്. നമുക്ക് നമ്മുടെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, നമ്മുടെ ഇവിടെ പിടിച്ചത് തന്നെയാണ്. നല്ല എരിവുള്ള പച്ചമുളക്. ചിലർക്കാണെങ്കിൽ നല്ല സ്പൈസി ആയിരിക്കണം അച്ചാർ. ചിലർക്ക് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാടങ്ങ് എരിവ് വേണ്ട. എനിക്ക് മോന് വലിയ എരിവ് പ്രശ്നം തോന്നില്ല, അത്യാവശ്യമൊക്കെ മോനും കഴിക്കുക എരിവ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എരിവ് വേണം. എരിവില്ലെങ്കിൽ അച്ചാറ് പോളിങ് അല്ലാത്ത അവിടെ തന്നെ ഇരിക്കും. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോളിങ് പോകും, പെട്ടെന്ന് തീരും. ഇതിൻ്റെ ഒരു പച്ചമുളക് മാറിയാൽ മാത്രം മതി കേട്ടോ. പച്ചമുളകിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പച്ചമുളക് മാത്രം മാറിയാൽ മതി, അങ്ങ് മൊരിഞ്ഞിതാവണ്ട. കേടാവാതിരിക്കാനാണ് മാക്സിമം ഇതൊന്ന് മൊരിയണമെന്ന്, എണ്ണയിൽ കിടന്നൊന്ന് മൊരിയണമെന്ന് പറയുന്നത്. പെട്ടെന്ന് കേടായിപ്പോരുത്. പച്ചപ്പാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ സ്മെല്ലടിക്കുമ്പോൾ അറിയാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം.
പൊടികൾ ഇട്ട് കൊടുക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ ഇടുന്ന ഉടനെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് ആദ്യം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ ആദ്യം ഇട്ട് ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. അപ്പം ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂണൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളേ ഉള്ളൂ. കറക്റ്റ് 4 ഒരിച്ചിരി കൂടി ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പച്ചമുളകും ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് മതി. ഇപ്പം കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ കളറിനാണെങ്കിൽ നമുക്ക് കളർ വേണമെന്നുള്ളവരാണെങ്കിൽ എരിവ് കുറച്ചിട്ട് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുക കേട്ടോ. എനിക്ക് കളർ മാത്രമല്ല എരിവ് കൂടി ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലർക്കാണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യേണ്ട, മുളക് പൊടി മാത്രം ആഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് കൂട്ടുക കേട്ടോ. പച്ചമുളക് കൂടി ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. നമുക്കറിയാമല്ലോ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു സ്മെല്ലറിയാമല്ലോ. ആ ഒരു പച്ചമുളക് മാറിയിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് സെറ്റായി എടുക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങ് കരിഞ്ഞു പോരുത് കേട്ടോ. നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് വറുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാതിരുന്നത്. കുറച്ചൊരു ഉലുവാപ്പൊടി. നമ്മുടെ അച്ചാറിനൊക്കെ കുറച്ച് ഉലുവാപ്പൊടി ആവശ്യം കേട്ടോ. പൊടിയല്ലാത്തവർ ഇത് ചെറുതായിട്ട് ചതച്ചതാണ്, വലിയ പൊടിയല്ല. അപ്പോൾ പൊടി ഇങ്ങനെ ചതച്ചതില്ലാത്തവരാണെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് പൊട്ടിയിട്ട് സ്മെല്ലൊക്കെ വന്നോളും. ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ മസാലയൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. വെട്ടി തിളപ്പിക്കണം കേട്ടോ. വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നു. ഒരുപാട് വെള്ളം ആഡ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ പിടിച്ചിരിക്കണമല്ലോ, നമ്മുടെ അരപ്പ് പിടിച്ചിരിക്കണം. അതനുസരിച്ചിട്ടുള്ള വെള്ളം മതി. ഉണ്ടോ ഈ ഒരു പരുവം, ഞാൻ ഈ ഒരു പരുവം ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയൊരു ഗ്രേവി ഇഷ്ടമാണ്, പക്ഷെ വെള്ളം പോലെ അങ്ങോട്ട് കിടക്കുകയും ചെയ്യരുത്, പിടിച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക്, നമ്മളിപ്പം ജാമ്പയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് വഴറ്റാൻ നേരത്ത്. അപ്പോൾ അതിനെ കുറച്ചിട്ട് ഇതിനകത്ത് ബാക്കി ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ജാമ്പയ്ക്ക ഇടുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചൊന്ന് ഉപ്പ്, നമ്മളെ ഗ്രേവിനകത്ത് ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം ശകലം ഒരു ഉപ്പ് ചേർക്കുക. ഇനി വേണമെങ്കിൽ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചു കേട്ടോ. സിമ്മിൽ നിന്ന് ഒരു മീഡിയത്തിലേക്കിട്ട് നല്ല പോലെ ഇത് തിളപ്പിച്ചെടുക്കുക. നല്ല കളറാണ് കേട്ടോ. ഇത് നമ്മൾ തീ ഓൺ ചെയ്തിട്ട്, ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പൊടിയെല്ലാം ഇടുകയാണെങ്കിൽ ഇതങ്ങ് കറുത്ത പോലെ ആയിക്കളയും. പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോവും. പൊടികളങ്ങ് കരിഞ്ഞു, മുളക് പൊടിയൊക്കെ അങ്ങ് പെട്ടെന്ന് ഇതിപ്പോൾ കറക്റ്റ് നല്ല അച്ചാറിന് നല്ല കളറാണ് കേട്ടോ. നമ്മൾ വേറെ കളറൊന്നും ചേർക്കണ്ട. പുറത്തുനിന്നൊക്കെ അച്ചാർ കിട്ടുന്നതിനകത്ത് കുറേയൊക്കെ കളർ നമുക്കറിയാമല്ലോ, നമ്മൾ കഴിക്കുമ്പോൾ അറിയാം, നമ്മുടെ കയ്യിലൊക്കെ പെരളുന്ന അറിയാം. ഇതാകുമ്പോൾ നമുക്ക് കളറൊന്നും ആഡ് ചെയ്യണ്ട. അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് നല്ലപോലെ പത വരുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കായം ഇട്ട് കൊടുക്കുക. അച്ചാറിനൊക്കെ ഉലുവയും കായം എന്നൊക്കെ പറയുന്നത് ഒട്ടും ഒഴിച്ചുകൂടാത്ത സാധനമാണ്. അപ്പോൾ കായം ഇട്ട് കൊടുക്കുക. കായപ്പൊടിയാകുമ്പോൾ നമ്മൾ കുറേ കൂടെ ഒക്കെ ഇടണം. പക്ഷെ ഞാൻ കായപ്പൊടി എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് മറ്റേത് അങ്ങോട്ട് അഴിഞ്ഞു പോകാത്ത പോലെ തോന്നും ചില സമയം. പക്ഷേ ഇപ്പം എൻ്റെ അമ്മയെന്നൊക്കെ പറയുമ്പോൾ പൊടിയെക്കാട്ടി യൂസ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ കായം തന്നെയാണ്. സമയക്കുറവുകൊണ്ട് ചിലപ്പോൾ പൊടി യൂസ് ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ദേ ഈ പരുവത്തിലായിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാം, ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ജാമ്പയ്ക്ക ഇതിലേക്ക് തട്ടിയിടാം. സമയം കിട്ടുന്ന സമയത്ത് നമ്മുടെ ജാമ്പയ്ക്കയൊക്കെ പറിച്ച് നല്ലപോലെ അരിഞ്ഞ് വൃത്തിയാക്കി രാത്രിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാർ കേട്ടോ. ഒരു കാര്യമില്ല, ജാമ്പയ്ക്ക അരിയാൻ വലിയ പാടുമില്ല. കൈവച്ച് തന്നെങ്കിൽ നമുക്കിങ്ങനെ മുറിച്ചിടാൻ വേണമെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന്. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞത് ഇതിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നമ്മൾ ജ്യൂസിനെടുത്ത് വെച്ചു, ബാക്കി അരിയുന്ന കൂട്ടത്തിൽ കുറേയൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് വേവേണ്ട കാര്യമില്ല, കാരണം വെച്ചാൽ നമ്മൾ ജാമ്പയ്ക്ക ഓൾറെഡി ഇട്ട് ഒന്ന് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തതായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മളതേ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഇതിങ്ങനെ ഈ പാത്രത്തിൽ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റീൽ പാത്രമാണ്, അതുകൊണ്ട് തന്നെ പുളി ഇറങ്ങുക അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനി എനിക്ക് തോന്നുന്നു വിനാഗിരിയുടെ കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഈ ജാമ്പയ്ക്കയിൽ ചെറിയൊരു പുളിപ്പുണ്ട്, മധുരമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി നമ്മൾ കൃത്രിമമായിട്ടുള്ള വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒന്നും ആഡ് ചെയ്യേണ്ട. കറക്റ്റാണ്. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചേക്കുക. ചൂടാറുമ്പം നമുക്കിത് ചെറിയ ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ് നമ്മുടെ ഈ ചാമ്പയ്ക്ക അച്ചാർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം നിറച്ചും പിടിച്ചിരിക്കുന്ന സമയമാണ്, ചൂട് സമയമാണ്. വെറുതെ പാഴാക്കി കളയേണ്ട, നിങ്ങൾ പിച്ചുക, അച്ചാറിടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.